സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവും വന്ദനവും. നമ്മളിന്ന് തിരുവനന്തപുരത്തിൽ നിന്നും ഇവിടെ സാധാരണയായി പറയാറുള്ളതും നമ്മൾ വായിക്കുന്നതും ചിന്തിച്ചിട്ടുള്ളതുമായിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ചില രഹസ്യങ്ങൾ, തൻ്റെ പദ്ധതികൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ജനങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? സാധാരണ ജനങ്ങൾ യേശുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്നിപ്പം ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം പറയാമോ? സാധാരണക്കാരായ മക്കൾ, ലോകത്തിലെ മക്കൾ എന്തായിരിക്കും യേശുവിനെ കുറിച്ച് പറയുന്നത്? യേശു കഴിഞ്ഞ ദിവസം ഒരു വളരെ ഇവിടെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, യേശു ജീവിച്ചതുപോലെ ജീവിച്ച വ്യക്തികൾ ഇവിടെ ഇല്ല. യേശു അത്ര സാധാരണ ഒരു വ്യക്തിയല്ല, അത്ര ബഹുമാനിതനായ വ്യക്തിയാണെന്ന് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, അദ്ദേഹം യേശുവിനെ കണ്ടത് യേശുവിൻ്റെ കാൽക്കൽ മറിയ ചെന്ന് കരഞ്ഞിട്ട് തൻ്റെ കണ്ണുനീര് കൊണ്ട് ആ പാദപീഠം കഴുകി. വിവേകാനന്ദ പറഞ്ഞത്, ഞാനായിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണുനീരല്ല, എൻ്റെ രക്തം ഞാൻ ആ കാൽക്കൽ വീഴ്ത്തുമായിരുന്നു. സാഹിത്യ സർവസ്വം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ മഹാത്മാഗാന്ധി പറഞ്ഞു, യേശുവിനെ പോലെ ക്ഷമിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്ത് വേണ്ട, ലോകത്തിൽ ഒരുപാട് മനുഷ്യരോരോന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞ അന്നത്തെ ജനങ്ങൾ പറയുന്നത്, അവൻ നല്ല ഒരു ഉപദേഷ്ടാവാണ് കേട്ടോ, യേശുവിൻ്റെ ഉപദേശം. മറ്റൊരു കൂട്ടർ പറഞ്ഞു, മനുഷ്യന് വിശക്കുന്ന മനുഷ്യന് ഏലിയാവിനെ പോലെ കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തതുപോലെ അവൻ അപ്പം കൊടുക്കുന്നവനാണ്, ഏലിയാവിനെ പോലെ ഒരാളാണെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഇവൻ ഇരമ്യാവായിരിക്കുമെന്ന് പറഞ്ഞു. എന്താ ഇരമ്യാവാണെന്ന് പറയാൻ കാരണം? യെരൂശലേമിനെ നോക്കിക്കൊണ്ട്, യെരൂശലേമേ യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ മാറിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എത്ര പെട്ടെന്ന് എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിനക്ക് മനസ്സായില്ലല്ലോ. കരയുകയായിരുന്നു. കർത്താവ് യെരൂശലേമിനെ നോക്കിക്കൊണ്ട് കരഞ്ഞു. അപ്പോൾ ഇരമ്യാവാണെന്ന് അവർക്ക് തോന്നി. മറ്റൊരു കൂട്ടർക്ക് തോന്നി ഏലിയാവാണെന്ന് തോന്നി. മറ്റൊരു കൂട്ടർക്ക് തോന്നി അവൻ യോഹന്നാൻ സ്നാപകനാണെന്ന് തോന്നി. വേറൊരു കൂട്ടർക്ക് തോന്നി വരാൻ പോകുന്ന പ്രവാചകനായിരിക്കുമെന്ന് തോന്നി. ഇതെല്ലാം യേശു കേട്ടു. യേശുവിന് എന്താ കേൾക്കേണ്ടത്? ജനത്തിന്റെ അഭിപ്രായമല്ല. നിങ്ങൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലാണോ? പട്ടിണി മാറ്റുന്നതെയോ കണ്ണുനീര് തുടയ്ക്കുന്നതെയോ നല്ല ഉപദേശമാണ് യേശുവിൻ്റെത്. ഇതൊക്കെയാണോ നിങ്ങളുടെ? നിങ്ങൾ ദൈവമക്കളല്ല, നിങ്ങൾ വിജാതീയരാണ്. കണ്ണുനീര് തുടയ്ക്കാനും രോഗം മാറ്റാനും അത്ഭുതങ്ങൾ ചെയ്യാനും അപ്പം തരാനും വന്ന യേശു എന്നല്ലേ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം വിശ്വസിക്കുന്നത്? അല്ലേ? അങ്ങനെയല്ലെന്ന് നമുക്കൊക്കെ പറയാം. ഹല്ലേലൂയ. അപ്പോ യേശു അപ്പം കൊടുത്തില്ലേ? യേശുവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നില്ലേ? ഇതൊക്കെ സത്യമാണ്. പക്ഷെ യേശു ചോദിച്ചു, നിങ്ങൾ ഞാൻ ആരാണെന്നാണ് പറയുന്നത്? ഞാൻ ആരാ? നിങ്ങൾ പറയുന്നത് എന്താ? ചുരുക്കി പറയാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു, അതാ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവമാണ് പറഞ്ഞത്. നീ നിത്യജീവൻ തരാനാണ് വന്നത്.
നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഈ ലോകത്തിലെ ജീവിതമെല്ലാം അല്പകാലത്തേക്കുള്ളതാണ്. നീ നിത്യജീവന്റെ ജീവൻ തരാൻ വന്ന ദൈവപുത്രനായ ക്രിസ്തു. നമുക്ക് ഈ വെളിപ്പാട് കിട്ടിയവരാണോ? ഈ വെളിപ്പാട് കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഹല്ലേലൂയ. കർത്താവ് ഉടനെ പറഞ്ഞു, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ ഭാഗ്യം കിട്ടിയവരെ കണ്ടറിയാം. അവനെ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല. ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ഇത് നിന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതല്ല. ഈ അറിവ് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് എന്ന് കർത്താവ് പറഞ്ഞു. പത്രോസിന് ഭയങ്കര സന്തോഷമായി. എനിക്ക് ദൈവം ഇങ്ങനെ പിതാവായ ദൈവം വെളിപ്പാട് തന്നല്ലോ. അങ്ങനെ വെളിപ്പാട് കിട്ടിയോ? മാത്രമല്ല കരവേർത്താമോ? സ്തോത്രം ചെയ്യാമോ? എന്താ വെളിപ്പാട് കിട്ടിയത്? വെളിപ്പാട് കിട്ടിയെന്ന് പറയാമോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് പറഞ്ഞു പോവുക. കാരണം നിങ്ങളെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല. ഇത് പറഞ്ഞപ്പോൾ പത്രോസ് എന്നോട് കർത്താവ് പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പില് കർത്താവ് ഒരു വെളിപ്പാട് പത്രോസിന് കിട്ടി. ഇതാണോ നമുക്കും കിട്ടിയിരിക്കുന്നത്? ഈ വെളിപ്പാട് കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്. അങ്ങനെ പറഞ്ഞ അധികാരവും അനുഗ്രഹങ്ങളും ഒക്കെ പത്രോസിന് കൊടുത്ത് തുടർന്ന് അങ്ങോട്ട് വരുമ്പോൾ കർത്താവ് തൻ്റെ രണ്ടാമത്തെ തൻ്റെ പഠിപ്പിലേക്ക് താൻ കിടക്കുകയാണ്. അധികാരം കൊടുത്തു, ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനും സ്വർഗത്തിലുള്ള അധികാരമെല്ലാം കൊടുത്ത് പത്രോസ് വളരെ സന്തോഷമായിരുന്നു. പത്രോസ് എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവാണ്, ആരോടും പറയണ്ട, ഇപ്പം പറയണ്ട. ഇത് പറഞ്ഞിട്ട് കാരണം ചില രഹസ്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഒരു വെളിപ്പാട് കൊണ്ട് തൃപ്തിപ്പെടാൻ ഇടവരരുത്. ഇവിടെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് പറഞ്ഞപ്പോൾ പത്രോസിനോട് കർത്താവ് പറയുന്നത്, ഈ ദൈവത്തിന്റെ പ്രകാശനമാണിത്, വെളിപ്പാടാണിതെന്നൊക്കെ പറഞ്ഞ് അവനെ അനുഗ്രഹിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് പറഞ്ഞിട്ട് കർത്താവ് യേശുദാൻ 21-ാമത്തെ വാക്യം മുതൽ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം ഉയർത്തു നിൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനെ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു, നീ എനിക്ക് ഇടർച്ചയാകും. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര കരുതുന്നത്. ഇവിടെ പലരുടെയും മനസ്സിവിടെയില്ല, ഹൃദയത്തിൻ്റെ ഏതോ ഒരു ലോകത്തിലാണ്. കർത്താവിൻ്റെ വെളിപ്പാട് കിട്ടിയ ഇതുകൊണ്ട് തൃപ്തരാകരുതേ ദൈവമക്കളെ. ഒരു നാൾ വരുന്നുണ്ട്, അന്നാണ് ഇത് മുഴുവൻ ഉരച്ചു നോക്കിയിട്ട് കർത്താവ് പ്രതിഫലം ലഭിക്കുന്ന ദിവസം. അന്ന് നിങ്ങളും ഞാനും രക്ഷിച്ചു പോകുന്നെങ്കിൽ അത് ദുഃഖകരമാണ്. ഇവിടെ കർത്താവ് അടുത്ത വെളിപ്പാട് പറയുകയാണ്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വന്നത് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് മഹാപുരോഹിതന്മാരും സാദൂക്യരും മൂപ്പന്മാരും എല്ലാവരും കൂടെ ചേർന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കും, അവൻ മരിക്കും. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ എന്തായിരിക്കും പത്രോസിന് കിട്ടിയ വെളിപ്പാടെന്നായിരിക്കും? നിങ്ങളും ഞാൻ എന്താ ചെന്ന് മനസ്സിലാക്കുന്നത്? ഇവൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് സഹിച്ചില്ല. പത്രോസ് പറയുക, കർത്താവേ, അരുത്, അങ്ങനെ പറയരുത്. ഹല്ലേലൂയ. ഇവിടെ 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 കർത്താവേ, അതരുതേ, അതരുതേ. നിങ്ങളാണെങ്കിലും പറയും, മരിക്കാൻ പോവുകയാണ്, ഞാൻ കർത്താവ് പറയുക, എല്ലാവരും എന്നെ കൊല്ലാൻ പോവുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, പത്രോസ് പറഞ്ഞു, ശിഷ്യന്മാരുടെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ പത്രോസ് നിൽക്കുന്നത്. പത്രോസ് പറയുക, അയ്യോ, എന്നെ അരുത് കർത്താവേ, അരുത് കർത്താവ്, നീ ഇവിടെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനല്ലേ. ഇവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. പത്രോസ് ഇത് പറയുമ്പോൾ വെളിപ്പാട് കിട്ടിയെങ്കിൽ ഉദ്ദേശം എന്താണെന്നറിയാമോ? റോമാക്കാരുടെ അടിമകളാണ് ഇസ്രായേലിയർ.
യഹൂദന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കും, മെശിഹ വരുമ്പോൾ ഇവരിവിടെ രാജാവാകും, ഇവരിവിടെ ഭരിക്കും, ഞങ്ങളുടെ കഷ്ടത മുഴുവൻ മാറും. ഈ ചിന്തയോടെയാണ് പത്രോസ് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ പലരും അങ്ങനെ തന്നെ. എന്തിനാ യേശു ദൈവം, യേശു കർത്താവ് എന്നൊക്കെ പറയുന്നത് അറിയാമോ? കർത്താവ് ഇവിടുത്തെ കണ്ണുനീരെല്ലാം മാറ്റി, ദുഃഖങ്ങളെല്ലാം മാറ്റി, അതെല്ലാം മാറ്റിയിരിക്കും. പക്ഷെ ആ കാഴ്ചപ്പാടിനകത്ത് ഒതുങ്ങിയതാണ് പത്രോസിന്റെ കുറ്റം. കർത്താവിന്റെ വന്ന പദ്ധതിയെ തകർക്കാൻ പത്രോസിലൂടെ സാത്താൻ ശ്രമിക്കുക. അടുത്ത സാത്താൻ നേരെ പത്രോസിന്റെ മനസ്സിനകത്ത് കയറി. കൂടെ യേശുവാ. അതുപോലെ നമ്മുടെ മനസ്സിനകത്ത് കയറുമോ? കർത്താവേ, നീ മരിക്കരുത്, കഷ്ടത വേണ്ട, നീ അടികൊള്ളണ്ട, നീ മരിക്കണ്ട, നീ കഷ്ടം സഹിക്കണ്ട. കർത്താവ് സാത്താനെ എന്നെ വിട്ടു പോന്നു പറഞ്ഞ് അവിടെ അവനെ ശാസിച്ചു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് ഇത്രയും വലിയ വെളിപ്പാട് കിട്ടിയ പത്രോസിന്റെ ശിഷ്യന്മാർക്ക് രണ്ടാമത്തെ വെളിപ്പാട് കൊടുക്കുന്നത്? മനുഷ്യപുത്രൻ വന്നത് മഹാപുരോഹിതന്മാരും ചേരുവരും ശാസ്ത്രിമാരും കൂടെ ചേർന്ന് അവനെ ക്രൂശിക്കണം, ക്രൂശിച്ചിട്ട് അവൻ 3-ാം നാൾ കഷ്ടം സഹിച്ച് കൊല്ലപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേൽക്കണം എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങുക. ഇത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഗുരുനാഥൻ കൊല്ലപ്പെടുന്നതും മരിച്ചിട്ട് ഉയർത്തുന്നതൊക്കെ പറയും. കൊല്ലപ്പെടുന്നത് മാത്രമല്ല, മരിച്ചാൽ അവർ ഉയർത്തെഴുന്നേൽക്കും. ഈ സത്യം പറഞ്ഞു. മരിക്കുക വേണ്ട, ഉയർക്കുക വേണ്ട, ദൈവപ്രവൃത്തിയും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ സുഖകരമായ ജീവിതം വേണം. മക്കളെ, സഹോദരങ്ങളെ, ഇതല്ലേ നിങ്ങളുടെയും എന്റെയും പ്ലാൻ? നിങ്ങളുടെയും എന്റെയും ആഗ്രഹം അതല്ലേ? ഇവിടെ 10 ദിവസം സന്തോഷത്തോടെ ഒന്ന് ആനന്ദത്തോടെ ഒന്ന് ജീവിക്കാൻ. അതിനല്ലേ നമ്മൾ ആരാധിക്കുന്നത്, അതിനല്ലേ നമ്മൾ ഈ സുവിശേഷം കേൾക്കുന്നത്. അല്ലെ, കർത്താവ് ഓരോ രഹസ്യങ്ങളാണ് വെളിപ്പെടുത്താനുള്ളത്. കർത്താവ് വന്നിട്ട് ഞാനത് ഒരു ചുരുക്കി പറയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തന്നെ അത് ഗ്രഹിപ്പിച്ചു തരണം. ഞാൻ അത്ര കിടന്നുകൊണ്ട് പിന്നെ വായിട്ടടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. കർത്താവ് പറയുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്നെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാനിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, യേശു പറയുക, ഞാൻ ക്രൂശിലേക്ക് പോവുക, ഞാൻ കഷ്ടമനുഭവിക്കാൻ പോവുക, ഞാൻ നിന്ദിക്കപ്പെടാൻ പോകുക. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നു അതാ, നിന്നെ തന്നെ വെറുത്ത് നിന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. നിന്നെ തന്നെ നീ വെറുക്കണം, നിന്റെ ക്രൂശെടുക്കണം. ഈ രണ്ടാമത്തെ വെളിപ്പാട് വേണ്ടവർ എത്ര പേരുണ്ട്? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. പക്ഷെ യേശു വന്നത് മരിപ്പാനാണ്. യേശു വന്നത് കഷ്ടമനുഭവിപ്പാനാണ്. യേശു വന്നത് രക്തം ചൊരിയാനാണ്. യേശു വന്നത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മളിലേക്ക് ജീവൻ പകരേണ്ടതിനാണ് അവൻ വന്നത്. അതിന് എന്ത് ചെയ്യണം? ആദ്യം നീ മരിക്കണം, നിന്നെ തന്നെ നീ വെറുക്കണം. ഈ സുവിശേഷം ഞാൻ തുറന്നങ്ങ് പറയാം. ഇത് പറയുന്ന ആൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പ്രസംഗകരൊക്കെ ഇവിടെ വെച്ചങ്ങ് നിർത്തും. അതാണ് വ്യാജ സുവിശേഷം എന്ന് പറയുന്നത്. വ്യാജ സുവിശേഷം കൊണ്ട് ലോകം അങ്ങനെ നിറഞ്ഞുപോയി. ഇനിയിപ്പൊ നിങ്ങൾ കേൾക്കുന്ന യൂട്യൂബിലെ പ്രസംഗമൊക്കെ ഇതിനെതിരാണ്. സത്യസുവിശേഷമല്ല, ഇതിനെതിരെ. ഇവിടുത്തെ കഷ്ടതയും ഇവിടുത്തെ മരണവും ഇവിടുത്തെ നിന്ദയും ഇവിടുത്തെ വേദനയും സഹിപ്പാനാണ് യേശു വന്നത്. അവൻ വന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള വെളിപ്പാട് തന്നപ്പോൾ അങ്ങ് സന്തോഷിച്ചു. അപ്പൊ നമുക്ക് കിട്ടും, അവന്റെ കൂടെ അങ്ങ് നടന്നാൽ നമ്മുടെ കണ്ണുനീര് മാറും, നമ്മുടെ ഭാരങ്ങൾ മാറും, നമ്മുടെ വേദനകൾ മാറും, ഒക്കെ മാറും. എന്നാൽ ഇവിടെ പറയുന്നത്, ഞാൻ മരിക്കുന്നത് നിങ്ങൾ എന്റെ കൂടെ മരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് പകരം മരിക്കാനാണ് വന്നിരിക്കുന്നത്. രോഗമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ്
ആദാമിലുണ്ടായിരുന്ന പാപികളായ സകല മനുഷ്യരെയും വഹിച്ചുകൊണ്ടാണ് ക്രിസ്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞാട് ഇവിടെ വന്ന് മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? നിങ്ങളും ഞാനും ഒരുപോലെ അവനോടുകൂടെ മരിക്കുകയാണ്. ഈ സത്യത്തെ ഒന്ന് അംഗീകരിക്കാൻ നിങ്ങളുടെ ദേഹീ മണ്ഡലം അംഗീകരിക്കത്തില്ല. ആത്മമണ്ഡലത്തെ അംഗീകരിക്കാൻ ദേഹീ മണ്ഡലത്തിന് പറ്റത്തില്ല. നമ്മുടെ ബുദ്ധി പറയുന്നത് ഇത് മരണത്തിന്റെ സുവിശേഷമാണോന്നാണ്. യേശു മരിച്ചിട്ട് വേണം ഉയർത്തെഴുന്നേൽക്കാൻ. അതുപോലെ യേശുവിന്റെ കൂടെ പ്രിയരെ ഞാനും നിങ്ങളും മരിച്ചു എന്ന് നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് ഇപ്പൊ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി അറിയാം, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് നോക്കിയാൽ നിങ്ങൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പത്രോസിന് കൊടുത്ത രണ്ടാമത്തെ വെളിപ്പാട്, ഞാനിവിടെ വന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നും പറഞ്ഞ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്ത് കാനാവിന് വെള്ളം വീഞ്ഞാക്കി ലാസറിനെ ഉയർപ്പിച്ച് ഇവിടെ അങ്ങ് രാജാവായി ഭരിക്കാനല്ല. ഞാൻ വന്നത് കൊല്ലപ്പെടാൻ, ഞാൻ വന്നത് മരിക്കുവാൻ. കണ്ണ് തുറന്നില്ലെങ്കിൽ ഈ സത്യം നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. യേശു വന്നത് മരിക്കാനാണെന്ന് ഇതിന്റെ അർത്ഥം എന്താ? അവൻ കൊല്ലപ്പെടാനാ വന്നത്. അവന്റെ കൊലപാതകമായിരുന്നു യേശുവിൻ്റെത് അല്ല, അവൻ തന്നെ യാഗമാക്കുകയായിരുന്നു, ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളും ഞാനും ഇവിടെ വിശ്വസിക്കുന്ന ചുരുക്കം പേര്, ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേരുണ്ടെന്ന് കർത്താവ് എണ്ണുന്നു. അവനിൽ ഞാനും മരിക്കുവാൻ, അവനിൽ ഞാനും ക്രൂശിക്കപ്പെടുവാൻ, അവനോടുകൂടെ മരിക്കാൻ. കർത്താവ് പറയുക, നിങ്ങൾ എന്നോടുകൂടെ മരിച്ചു എങ്കിൽ ഈ വെളിപ്പാട് പത്രോസിന് കിട്ടി കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എന്റെ ഹൃദയത്തിൽ വേദനയാണ്. ഞാൻ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. വെളിപ്പാടെന്തുവാ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പിന്നെ വേണമെങ്കിൽ യേശു മരിച്ചിട്ട് ചരിത്ര സത്യവും പറയും. യേശു മരിച്ചെങ്കിൽ നീ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെന്നാണ് സത്യം. നീ അവനോടുകൂടെ ക്രൂശിൽ തൂങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. നിന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പൽ വീണിട്ടുണ്ടെന്നാണ് സത്യം. നീ അവനോടുകൂടെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ഭാഷ മാത്രം പറയാം. നിങ്ങൾ അവനോടുകൂടെ മരിച്ചു, നിങ്ങൾ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചു. അതാണ് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം അതാണ്. ഇതാണ് ശുദ്ധീകരണ കാലം എന്ന് പറയുന്നത്. മരിക്കാനായിട്ട് ജീവിക്കുന്നവർ, ഹല്ലേലൂയ, മരിക്കാനായിട്ട് വന്നവനാണ് യേശുവെങ്കിൽ ക്രിസ്ത്യാനികൾ മരിക്കാനായിട്ട് ജീവിക്കുന്നവരാണ്. എങ്ങനെ മരണം? പ്രാണന്റെ മരണമാണ് ഞാൻ പറയുന്നത്. ശരീരത്തിന്റെ മരണമല്ല, ശരീരത്തിന്റെ മരണമല്ല, നമ്മുടെ ദേഹീ മണ്ഡലത്തിന്റെ മരണം. ഹല്ലേലൂയ. എന്താണ് വിശ്വാസത്യാഗം സഭയിൽ സംഭവിക്കുന്നത്? മരിക്കാൻ മനസ്സില്ല, കഷ്ടമനുഭവിക്കാൻ മനസ്സില്ല, ത്യജിക്കാൻ മനസ്സില്ല. ഇവിടുത്തെ ഉയർച്ചകളല്ലേ നമ്മുടെ പ്രതീക്ഷ. ദൈവത്തിന്റെ പദ്ധതി നടക്കട്ടെ സഹോദരങ്ങളെ. ദൈവം നമ്മളെ കണ്ണുനീരിലും കയ്യിലും കൂടെ നടത്തിക്കൊണ്ടു പോകുന്ന ദൈവമൊന്നുമല്ല. ഞാൻ പറയുന്നതിൻ്റെ അതിനെ ആത്മീയമായിട്ടുള്ള ആ അർത്ഥമൊന്ന് മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വെളിപ്പാട് കിട്ടിയവരുടെ എത്ര പേരുണ്ടെന്ന് എൻ്റെ ഹൃദയപൂർവ്വം വളരെ ദുഃഖമായിരിക്കും. രണ്ടാമത്തെ വെളിപ്പാട് പത്രോസിന് അത്ര ദഹിക്കില്ല, പത്രോസിന് അത്ര സഹിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വേണമെങ്കിൽ പറയും, കർത്താവ് നിന്നോടുകൂടെ മരിപ്പാനും നിന്നോടുകൂടെ കഷ്ട സഹിപ്പാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു രാത്രിക്ക് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും, ഒരു രാത്രി തീരുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. ഇതാണ് പത്രോസിൻ്റെ വിശ്വാസം. അത് മനസ്സിൻ്റെ തീഷ്ണതയിൽ നിന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. പ്രസംഗത്തിൻ്റെ ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നതിനകത്തല്ല കാര്യം, ഒരു ചുരുക്കമായ കാര്യം. ഒന്നാമത്തേത്, ലോകത്തിലുള്ള ജനത്തിനൊരു വെളിപ്പാട്. എന്താണ്? ഇവൻ ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്, ഇവൻ ഞങ്ങളുടെ പട്ടിണി മാറ്റുന്നവനാണ്, ഇവൻ ഉപദേശം നല്ല ഉപദേശം, ഇവനെ ഉപദേശിക്കാൻ ആർക്ക് പറ്റും? രണ്ടാമത്തെ വെളിപ്പാട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്,
നിന്നെ വിട്ട്, ജീവനുള്ള വചനം വിട്ട് ഞങ്ങൾ എവിടെ പോകും? മൂന്നാമത്തെ വെളിപ്പാട്, നീ മരിക്കുവാനാണ് വന്നത്, നീ കൊല്ലപ്പെടുവാനാണ് വന്നത്, നിന്നെ ശാസ്ത്രിമാർ ക്രൂശിക്കണം, നീ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കണം, എനിക്കും നിന്നോടുകൂടെ മരിക്കണം, എനിക്കും നിന്നോടുകൂടെ തകർക്കപ്പെടണം, എനിക്കും നിന്നോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവിതം നയിക്കണം. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരെ കണ്ട, മരിച്ചവരെ കണ്ടാ അറിയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും മരിച്ചവരാണ്. മുഖത്ത് നോക്കി 10 പള്ളു പറഞ്ഞാൽ നിർത്തിയേ, നമുക്കിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. പേരെന്തുവാ? ഞങ്ങൾ യേശുവിനോടുകൂടെ മരിച്ചു. ഒരു സത്യം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, ഒരു സ്നേഹം തെറ്റാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പറയും, എന്നാ ഞങ്ങളെന്നാ പറഞ്ഞില്ലേ, അവസരം മതി, നിർത്തിയത്. നമുക്കിവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. എന്താ കാരണം? നാവ് ജീവനോട്, കണ്ണ് ഇപ്പോഴും പാപത്തെ കാണാൻ സന്തോഷമുള്ളതാണ്, ബുദ്ധിക്കകത്ത് എങ്ങനെ ഈ ലോകത്തിൽ ഉന്നതനാകണമെന്നുള്ള ചിന്തയാണ്. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഓർപ്പിക്കട്ടെ, മൂന്നാമത്തെ ഈ വെളിപ്പാട് കർത്താവ് തന്നപ്പോഴാണ് ആ വെളിപ്പാടിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആ സിസ്റ്റം ശരിയാകുമ്പോൾ ഞാൻ യേശു വന്നത് മരിപ്പാനാണെങ്കിൽ അവനോട് കൂടെ നമ്മളും ക്രൂശിൽ തറയ്ക്കപ്പെടണം. ഈ കൈയിനി പൊങ്ങത്തില്ലെന്ന്, ഈ നാവിനി പൊങ്ങത്തില്ലെന്ന്. ഹല്ലേലൂയ. അതാണ് നമ്മളെ സ്നാനത്തിൽ പ്രഘോഷിച്ച കാര്യം, സ്നാനത്തിൽ ഏറ്റുപറഞ്ഞ കാര്യം. ഞാൻ യേശുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു, ഞാൻ യേശുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ യേശുവിനോട് അടക്കപ്പെടുന്നു. ഹല്ലേലൂയ. ആത്മീയ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ ആ ജീവിതം പ്രത്യാശ കാണുമ്പോൾ, ആത്മീയ കാര്യങ്ങൾക്ക് ഇവിടെ വെള്ളിയാഴ്ച മുതൽ ഉപവാസ പ്രാർത്ഥനയാണ്. അതേ സമയത്ത് ഇവിടുത്തെ മറ്റു പള്ളികളിലെ അവരുടെ ഒരു പെരുന്നാളെന്നൊരു ചടങ്ങെന്നൊക്കെ പറഞ്ഞൊന്ന് വരട്ടെ, അവരൊക്കെ അവിടെ കാണും രാത്രി പോരും. അവരുടെ ജോലിയും പ്രശ്നമല്ല, അവരുടെ മറ്റു കാര്യങ്ങളും പ്രശ്നമല്ല, അവരവിടെ ആഘോഷമാണ് കേട്ടോ, അത് ആഘോഷമാണ്. ഇവിടെ ആഘോഷിക്കാനൊന്നുമില്ല. ദൈവസന്നിധി ദൈവദാസന്മാർ, ഞാൻ തീർത്തും പറഞ്ഞു, നമ്മളെല്ലാ മാസവും 3 ദിവസം ഫസ്റ്റ് പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആയിട്ട് 3 ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ഉദ്ദേശിക്കുകയാണ്. കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾ സഹകരിച്ച് പറ്റും. മേഘയുടെ വീട്ടിലായിരുന്നു 2ാമത്തെ ദിവസത്തെ പ്രാർത്ഥന, അതുപോലെ അടുത്ത ഉപവാസ പ്രാർത്ഥന ഇതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം നമ്മളൊരു വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയായിട്ട് നടത്തും. വളരെ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്ന ദൈവകാര്യങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കുന്നതാണ്. ദൈവകാര്യത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അവനാണ് ജഡത്തിൽ മരിച്ചവൻ. ഹല്ലേലൂയ. ആത്മാവിൽ ജീവിക്കുന്നവനാണ് അവൻ ജഡത്തിൽ മരിച്ചു. ഹല്ലേലൂയ. ഒരു ദിവസം ദൈവസഭയോട് കൂടെ ഇരുന്ന് കരയാൻ, വേറെ എന്തെല്ലാം കാര്യം വരട്ടെ, ഒരു ദിവസം എത്ര ദിവസം വേണമെങ്കിൽ ലീവ് എടുക്കും, എത്ര ദിവസം വേണമെങ്കിൽ എന്തെല്ലാം ത്യാഗം സഹിക്കും, കഷ്ടം സഹിക്കും. ദൈവകാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കാൻ കഴിയാത്ത ചത്ത മനുഷ്യർ. ഹല്ലേലൂയ. പേരെന്തുവാ? ജീവനുള്ളവൻ എന്ന പേര്. ആത്മീയമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, മനുഷ്യപുത്രൻ വന്നത്, സേവകരും പുരോഹിതന്മാരും ചേർന്ന് മനുഷ്യപുത്രനെ കൊല്ലുകയും അവൻ മരിച്ചിട്ട് 3ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവർക്ക് അത്ര മനസ്സിലായില്ല. പത്രോസ് പറഞ്ഞു, കർത്താവേ അരുത്. കർത്താവ് പറയുക, ഞാൻ മാത്രമല്ല മരിക്കാൻ പോകുന്നു, ഞാൻ മാത്രമല്ല, എന്നോടുകൂടെ നിങ്ങളും മരിക്കണം. നിങ്ങൾ. ഹല്ലേലൂയ. ആ വാക്യം വായിച്ച് ഞാനങ്ങ് നിർത്താം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ഞാൻ മരിക്കാൻ വന്നവനാണ്, എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പുറകെ വരണം. നിൻ്റെ കാര്യങ്ങളുടെ 1ാം സ്ഥാനം മാറ്റിവെക്കണം, നിൻ്റെ ബുദ്ധിയുടെ 1ാം സ്ഥാനം മാറ്റിവെക്കണം, നിൻ്റെ കുടുംബത്തിൻ്റെ 1ാം സ്ഥാനം മാറ്റിവെക്കണം. എന്നിട്ട് നിന്നെ തന്നെ നീ ത്യജിച്ച് കഷ്ടം സഹിച്ച് എൻ്റെ പിന്നാലെ വരണം. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാനാണ് പ്ലാനെങ്കിൽ, പറയട്ടെ, രാത്രി കിടന്നപ്പം ഈ ഓട്ടം സകല വിധത്തിൽ ഓടുന്ന ആളല്ലേ, ഒരു തൊണ്ടയ്ക്കൊരു പ്രയാസവും ഭാരമെല്ലാം കൂടെ തോന്നി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പം
എനിക്ക് തോന്നി ഇന്ന് സഭായോഗം നിയന്ത്രിക്കാൻ ആരോഗ്യമുണ്ടാകുമോ എന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കർത്താവിനോട് ചോദിച്ചു, കർത്താവ് പറഞ്ഞടാ ഞാനല്ലേ നിന്നെ സഹായിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഞായറാഴ്ച രാവിലെ ഒരു ക്ഷീണം വരുന്ന ഒന്നെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കണം എനിക്ക്, അത് പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു ഭാരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞാൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നത് വയസ്സിൻ്റെയും പ്രായത്തിൻ്റെയും ക്ഷീണത്തിൻ്റെയും അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. കഴുകനെ പോലെ ചിറകടിച്ച് കയറുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. എൻ്റെ പേഴ്സിനകത്ത് ഒരു കുറവും വരുത്താത്ത ദൈവം, എൻ്റെ ആരോഗ്യത്തിന് ഒരു കുറവും വരുത്താത്ത ദൈവം, എൻ്റെ ഭൂമിയിലുള്ള ഒരു നന്മയ്ക്ക് ഒരു കുറവും വരുത്താത്ത ദൈവം. ഞാൻ പറയുന്നത്, ഞാൻ അവനോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതിൻ്റെ ആനന്ദമാണ്, അവനോടുകൂടെ മരിക്കുന്നതിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭൂതിയാണ്. എങ്ങനെയാണ് വാക്കുകൾ പറയണത് എനിക്കറിയത്തില്ല. അവനോട് കൂടെ ഞാൻ ശൂന്യമായി പോകട്ടെ. ഞാൻ യേശുവിലാണ്, യേശുവിനോടുകൂടെ ഞാനും മരിച്ചു, ഞാനും അടക്കപ്പെട്ടു. ഇതാണ് ജീവനെ നേടാനാണ് പദ്ധതിയെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ നേടാനാണ് പദ്ധതിയെങ്കിൽ അത് കളയും. കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി നേടണം, ദൈവത്തിന് വേണ്ടിയിട്ട് നേടണം. അപ്പോൾ അവരുടെ ഭാവി ശോഭനമാകും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് നഷ്ടമാക്കുന്നു അത് നിങ്ങൾക്ക് ലാഭം. നിങ്ങൾക്ക് എന്ത് ലാഭം ആക്കുന്നു അത് നിങ്ങൾക്ക് നഷ്ടം. അതെന്ന് മനസ്സിലാകും. ഹല്ലേലൂയ. ഞാനത് പറഞ്ഞിട്ട് ഒന്ന് 27 വാക്യം വായിച്ചിട്ട് 26-27 വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? എന്ത് കൊടുക്കും? ഈ നേടിയത് വില കൊടുത്താൽ ജീവന് പരമാകുമോ? നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെന്ന് ജീവന് പകരമാകുമോ? ജീവൻ പോകാൻ പോവുക. ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ തന്നെ ജീവനെയും എന്നൊക്കെ പറഞ്ഞാൽ ജീവൻ പറയിട്ടാറ്റ ഞാനങ്ങ് പോവുകയാണെന്ന് പറയും. അടുത്തത്, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. ഇതാണ് ക്രിസ്തീയ ഉപദേശം. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നടത്തും. പ്രതിഫലമുള്ള കാര്യമാണിത്. ഇവിടെ നഷ്ടപ്പെടുത്തിയാൽ പ്രതിഫലം കിട്ടും. ഒരു പ്രതിഫലമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് യൂസ് മീറ്റിംഗ് ഉള്ളതാണ്. ഞാൻ ഇപ്പം സമയം നേരത്തെ നിർത്തുകയാണ്. കർത്താവ് നമ്മളെ ഈ വചനങ്ങളെ സഹായിക്കട്ടെ. ഇവിടെ നഷ്ടമാക്കാൻ, ഇവിടെ കളയാൻ കർത്താവ് ഈ ദർശനം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവം നമുക്കിടയാക്കട്ടെ. ഓർപ്പിച്ചാണ് ഞാൻ എൻ്റെ വാക്കുകളെ